മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മീൻ മുറിക്കുകയാണ് കേട്ടോ, കരിമീൻ. ഇന്ന് നമ്മൾ കരിമീനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് മുറിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അധികം പേർക്കും. അപ്പോൾ ഇതെങ്ങനെ മുറിക്കേണ്ടത് നമുക്കൊന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇതാണ് കേട്ടോ, ഇതിന് ചെളുക്കിയുണ്ട്, ഇതുപോലത്തെ മുള്ളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മുള്ള നമുക്ക് മീൻ കട്ടർ വെച്ചങ്ങാണ്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചുറ്റോട് ചുറ്റുണ്ടാവും, ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ വാല് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ. പിന്നെ നമ്മളെ ഇവിടെ ഉണ്ടാവും കേട്ടോ, ഇതും ഇതേപോലെ. ഇതിൻ്റെ ഇവിടെ നല്ല ഉറപ്പുള്ളൊരു മുള്ളുണ്ടാവും കേട്ടോ. നല്ല കയ്യിന് നല്ല ഇത് വേണം കേട്ടോ, നല്ല അമർത്തി കൊടുക്കണം, എന്നാലേ പോകുന്നിട്ടുള്ളൂ. പിന്നെ നമ്മളതാ ഈ ഭാഗത്തും നമ്മളിതിൻ്റെ ചെളുക്ക കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കത്തി ഇങ്ങനെ ചെരിച്ച് പിടിച്ചിങ്ങോട്ട് ഇങ്ങനെ ആക്കി പെട്ടെന്ന് ചെറുക്ക കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ കിട്ടൂല, ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പം അതതിൻ്റെ എല്ലാ ഭാഗത്തത്തെ ചെളുക്കിയും പോകുന്നിട്ടുണ്ട് കേട്ടോ. മുള്ളും ചെളുക്കൊക്കെ പോകുന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളിതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. ഈ ഭാഗം ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ ഭാഗം ഇപ്പോൾ പൊട്ടി പോന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ ഇതിൻ്റെ ഉള്ളത്തെ വേസ്റ്റൊക്കെ കളയാം. ഈ കറുപ്പ് പോകണം കേട്ടോ. ഇപ്പോൾ ഉൾഭാഗത്തെ വേസ്റ്റ് ഫുള്ള് പോയിരുന്നു കേട്ടോ. ഇത് കറി വെക്കാൻ പറ്റൂല, പൊരിക്കാനാണ് കേട്ടോ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നും കൂടി കട്ട് ചെയ്ത് കാണിക്കാം. അടുത്ത മീൻ നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഇവിടുന്ന് ഉണ്ടല്ലോ, ഇങ്ങനെ പൊട്ടിച്ചാൽ വേഗം ഇങ്ങോട്ട് പൊട്ടിക്കിട്ടും ഇതിൻ്റെ മുള്ളിൽ കേട്ടോ. ഇത് കണ്ടോ, ഇവിടുന്ന് പെട്ടെന്ന് കിട്ടണില്ലെങ്കിൽ ഈ ഭാഗത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ ഇതോ മോനുസ് സ്റ്റൂൾമ കയറിങ്ങാണ്ടത് ഇതാക്കല്ല കേട്ടോ. അമ്മ ഇവിടെ മീൻ മുറിക്കുക വീഡിയോ എടുക്കുകയാണ് കേട്ടോ. നല്ല കട്ടിയുള്ള മുള്ളാണ് കേട്ടോ. പിന്നെ അതാ ഇതിൻ്റെ ഈ ചിറകും നമ്മളതിൻ്റെ ചെളുക്ക നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റൂട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുമ്പോൾ കുറച്ച് സമയം പിടിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ചെളുക്ക കളഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ചെളുക്കൊക്കെ പോകുന്നതിൻ്റെ കേട്ടോ, നമ്മൾക്ക് തലഭാഗം കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ കേട്ടോ. പിന്നെ അത് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് നമ്മളിങ്ങനെ കളഞ്ഞെടുക്കണം.
അപ്പം അത് നമ്മളിതാക്കി ഇങ്ങനെ വരച്ച് കൊടുക്കട്ടോ. പിന്നെ ഈ മീൻ തന്നെ നമുക്ക് തോലി എന്തി എടുക്കട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം 2 ഇതുപോലെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മീൻ തോലി കളഞ്ഞെടുക്കേണ്ടത് കാണിക്കുക. അപ്പം അങ്ങനെ കേട്ടോ, ഇനി നമ്മൾ തോലി കളഞ്ഞെടുക്കണം. അപ്പം നമ്മളിതാ ബാക്കിയുള്ള മീനൊക്കെ ഇതാ ചെളുക്കല്ല കേട്ടോ, ഈ മുള്ളൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമ്മൾ തലഭാഗം കൂടി മുറിച്ചതിൻ്റെ ശേഷം തോലി ചീന്തേണ്ട കാണിക്കുകയാണ് കേട്ടോ. ഇതേപോലെ എല്ലാം കളഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ, തലഭാഗം കളഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ തൊലി ഇതിൻ്റെ കാണിക്കേണ്ടത്. ഇതിനകത്ത് വേസ്റ്റൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം കാണിക്കട്ടോ. തലൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ നമ്മൾ തൊലി ഇങ്ങനെ ചീന്തി എടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ കിട്ടാത്തവർക്ക് ഞാൻ ആദ്യം കട്ട് ചെയ്ത് കാണിച്ചില്ല, ചെളുക്ക കളഞ്ഞങ്ങാണ്ട് അങ്ങനെയും ചെയ്തെടുക്കട്ടോ. ഒരു ഭാഗത്തത്തെ പോകുന്നു കേട്ടോ. രണ്ടാമത്തെ ഭാഗം ഉണ്ടല്ലോ, ഈ തലൻ ഭാഗത്തിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വലിച്ചെടുക്കേണ്ടത്. ഇതുപോലെ വരിണ്ടേൻ്റെ മുന്നേ അങ്ങനെ ചീന്തിയെടുക്കാണ്ടോ. വരിഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പോന്ന് കിട്ടൂല കേട്ടോ. അപ്പം ഇതുപോലെ കേട്ടോ. ഇനി കത്തിയിട്ട് നമുക്ക് വരഞ്ഞ് കൊടുക്കാം. ഇനി ഒന്നും കൂടി കാണിക്കട്ടോ. അടുത്തത് ഈ തലഭാഗത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചീന്തിയെടുക്കണം കേട്ടോ. നഖം കൊണ്ടൊന്നും അങ്ങോട്ട് പൊട്ടിച്ചെടുത്താൽ മതി. ഇങ്ങനെ പ്രയാസമുള്ളവർക്ക് ചെളുക്ക കളഞ്ഞാൽ മതി കേട്ടോ. പുതിയ മീനല്ലാത്തത് കൊണ്ടാണ് കേട്ടോ തൊലി പെട്ടെന്ന് പോകുന്ന കിട്ടാത്തത്. കുറച്ച് പഴക്കമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻ വാങ്ങുമ്പോൾ കുറച്ച് പഴക്കം ഉണ്ടാവുമല്ലോ, നല്ല പുതിയ മീനല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതാ പോന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. 5 നമ്മൾ തൊലി മാറ്റിയിട്ടുണ്ട്. 2 നമ്മളിതാ ചെളുക്ക കളഞ്ഞങ്ങാണ്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ക്ലീനാക്കി എടുക്കാം. മീൻ മസാല ഇറക്കത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, ഒരൽപ്പം വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടോ. കുറച്ച് വിനീഗറോ പുളിവെള്ളം ഒഴിച്ചങ്ങാണ്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. മസാല കുറച്ച് വിനീഗർ ചേർത്തിട്ടുണ്ട് കേട്ടോ. കയ്യിൽ മുള്ള ഓടാതെ മസാല ചേർത്തി കൊടുക്കണം കേട്ടോ. നല്ല മുള്ളാവും. ഇത് രണ്ടും നമ്മളെ ചെളുക്ക കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. മുള്ളോടാതെ നമ്മൾ മസാല ചേർക്കണം കേട്ടോ. പ്രത്യേകമായിട്ട് പറയണേ. മോനുസൈമ പിടിക്കല്ലേ, മോനുസൈമ പിടിക്കല്ലേ, പിടിക്കല്ലേ. 1 മണിക്കൂർ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. ഈ മീൻ കറി വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഈ കറി വെക്കണ പോലെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ മീൻ കറി വെച്ച് കൂട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. കറി വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് പൊരിക്കുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. തീ സിമ്മിലാണ് കേട്ടോ. കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവാതെ. ഒരു ഭാഗം വന്തിൻ്റെ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മീൻ ഒരു ഭാഗം വരുന്നിട്ടുണ്ടോ എന്ന് നോക്കാം.
നമ്മൾ ഒരു ഭാഗം മീൻ വെന്തിട്ടുണ്ട്, നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ മീൻ മറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഭാഗം വെന്തതിന് ശേഷം അടുത്തുകൊണ്ട് എടുത്തെടുക്കുക. അപ്പോൾ നമ്മളെ മീനൊക്കെ മറിച്ചിട്ടുണ്ട് കേട്ടോ. വെന്ത കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കോരിയെടുത്ത് അടുത്തത് ഇട്ട് കൊടുക്കുക. നല്ല മരുന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുറിച്ചെടുത്ത മീനെല്ലാം പൊരിച്ച് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കരിമീൻ കറി വെക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയണോലുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.